നമ്മളിപ്പോൾ ചിന്നമന്നൂർ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എൻ്റെ കുറേ കണ്ടോ മേഘമലയ്ക്കുള്ള ബസ് കിടപ്പുണ്ട്. നമ്മളിന്ന് മേഘമല വരെ പോവാം. ഒരുപാട് കാലമായിട്ട് മേഘമലയിലെ കുറേ കാഴ്ചകളൊക്കെ കാണണമെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് അത് സാധിച്ചത് കേട്ടോ. എന്തായാലും നമുക്കവിടെ പോയിട്ട് വരാം. പോകുന്ന വഴിയുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ. നല്ല ചായ കേട്ടോ. ഒരു വിത്തൗട്ട് ലൈറ്റ് ചായയൊക്കെ ഞാൻ കുടിച്ചിട്ട് പോകാം. ബസ് കുറേ കിടപ്പുണ്ട്. ഇവിടുന്ന് 10:30 ബസ് പോകുന്നു കേട്ടോ. ഇതിന് മുമ്പൊരു ബസ് ഉണ്ടായിരുന്നു, അതിന് ടൈം അറിയില്ല. ഇപ്പം 10:30 പിന്നെ 12:30 അങ്ങനെയൊക്കെ ഇവിടുന്ന് ബസ്സുള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ടുവരാം. ഇതാണ് മേഘമല പഞ്ചായത്ത് ഓഫീസൊക്കെ കേട്ടോ. ഹൈവേ പഞ്ചായത്ത് ഓഫീസാണ്. നമ്മൾ ചിന്നമന്നൂരിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ സെൻട്രൽ സീറ്റിലായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബസ് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. വരുന്ന വഴി ഒരുപാട് മനോഹര കാഴ്ചകളുണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഹൈവേസ് ഡാമിൻ്റെ ഒരു റിസർവോയറൊക്കെയാണ്. ഇവിടേക്ക് വെള്ളപ്പൊന്നും അധികം ഇല്ല കേട്ടോ. ആൾക്കാരെല്ലാം ഇവിടെ ഇറങ്ങി. അപ്പം നമുക്കും ഇവിടുത്തെ കണ്ടക്ടറൊക്കെ ഉണ്ടോ ബസ്സിൻ്റെ പുള്ളി ആ ടൗണിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങനെ ഓരോരുത്തർക്കും ഇവിടെ കടകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്ന ജോലിയും കൂടെയാണേ. അപ്പം മേഘമലയിലെ ഓരോരോ കാഴ്ചകൾ. ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. ഇവിടെ നല്ല തിരക്കാട്ടോ. നമുക്ക് വേണത് ചായയൊക്കെ കുടിക്കാം. മേഘമലയിലെ സ്കൂളാണ്, ഹൈസ്കൂള്. നമുക്ക് ഈ കിട്ടിയൊരു സമയം കൊണ്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് കേട്ടോ. ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി എന്തൊരു ഭംഗിയുള്ള കാഴ്ചയെന്നറിയോ. ഡാമിൻ്റെ റിസർവോയറും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോഴേ ഇനിയിപ്പോൾ കുറേ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെ ഇങ്ങനെ സ്കൂളിൻ്റെ ഈ താഴെക്കൂടെയൊക്കെയാണ് വഴി അങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരു വലിയൊരു കെട്ടിടമൊക്കെ കാണാം. എസ്റ്റേറ്റ് ബംഗ്ലാവോ മറ്റാന്ന് തോന്നുന്നു. നമുക്ക് ഇത്രയൊക്കെ ബസ്സിനകത്ത് കയറി കുടുങ്ങിപ്പോയി കേട്ടോ. സെൻട്രൽ സീറ്റിലായതുകൊണ്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബസ് ഏതായാലും ഇവിടെ നിർത്തിയപ്പം കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. അത് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഫ്രണ്ടിലാണ് ബസ് നിർത്തിയേക്കുന്നത് കേട്ടോ. പിന്നെ മേഘമല കാണാൻ വന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് കിട്ടുന്നത്. ഒരു ചായ കുടിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ചായ പറഞ്ഞു. നമ്മൾ വന്ന് ബസ് കിടക്കുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ അപ്പുറത്തെ ആ പള്ളിയുണ്ട്. ആ പള്ളിയൊന്ന് കാണാവേ. അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് നല്ല അടിപൊളി തേയിലത്തോട്ടം കണ്ടോ. നമ്മൾ മൂന്നാറോ ഊട്ടിയിലൊക്കെ പോയ പോലത്തെ ഒരു. ഇതിൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ വന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ പള്ളി. ഈ പള്ളി ഇപ്പോൾ പ്രവർത്തനം അല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ. ഹൈവേസ് ടൗൺ പഞ്ചായത്ത് കണ്ടോ. ആ യൂക്കാലിമരത്തിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഈ പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ഒരു എൻട്രൻസേ എന്ത് രസമാണ് അത് കാണാൻ നോക്കി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എസ്റ്റേറ്റിനുള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു ഗേറ്റൊക്കെയാണ്. അത് ചോദിച്ചിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇത് അങ്ങ് താഴെയായിട്ട് ആ ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ കണ്ടോ. ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നതേ. കിട്ടിയ സമയം കൊണ്ട് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ പകർത്താം. ഇത്ര തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ. ഇത്ര മനോഹരമാണെന്ന് നോക്കി. ആ കാണുന്ന പോലെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ വീടുകളല്ല, ലൈൻസാണ് കൂടുതൽ. താഴെയൊക്കെ കാണുന്നത് അങ്ങ് താഴോട്ടൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ തിരിച്ച് ബസ്സിനടുത്തേക്ക് പോകാം. അല്ലെ ബസ് പോയാൽ പിന്നെ നമ്മളൊക്കെ ഇവിടെ പെട്ടുപോകുള്ളൂ. ഇനി അടുത്ത ബസ് വരുന്നവരെ ഇങ്ങനെ നോക്കി നിൽക്കണം. ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരും ഇതിലെ യാത്ര വന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഈ റോഡ് അങ്ങോട്ട് പോകുന്നത് അപ്പർ മണലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ ചെന്നാലും ഇനിയൊരു 15 കിലോമീറ്റർ ഇവിടുന്നുണ്ടേ. പക്ഷേ 2-2:30 അവിടെ വണ്ടി എത്തുന്നത്. 2:30 വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി തിരിച്ചു വരുമ്പോൾ ഏകദേശം 3 മണിയാവും. അപ്പം ഇവിടുന്ന് നമ്മൾ തിരിച്ച് ചിന്നമന്നൂർ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 മണിയൊക്കെ ആവും കേട്ടോ. അതിലേ അങ്ങനെയാണ് റോഡ് കിടക്കുന്നത് കേട്ടോ. ആ റോഡാണ് അപ്പർ മണലാറിലേക്ക് ഈ നമ്മുടെ ബസ്സൊക്കെ പോകുന്നു, നമ്മൾ പോകുന്നതൊക്കെ ആ തേയിലക്കാടിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ നമ്മൾ ഹൈവേസ് ഡാമിൻ്റെ ആ ഒരു ഭാഗത്ത് പഞ്ചായത്തിൻ്റെ അവിടുന്ന് ബസ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ കൊണ്ട് വണ്ടിക്കാതെ
നമുക്കിനി ലാസ്റ്റ് ചെയ്തിട്ട് കാണാം. നമുക്കൊരു സൈഡ് സീറ്റ് ഇപ്പോൾ കിട്ടി കേട്ടോ. അതും ഒരു കറക്റ്റല്ല, ഗ്ലാസ് കാരണം ശരിക്കൊന്നും കിട്ടുന്നില്ല. ഇതിൽ ഇതുപോലെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബസ് ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ തിരിച്ച് വീണ്ടും പോകും. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അമ്പലം കഴിഞ്ഞു. ഇവിടെ കുറേ അധികം ലൈൻസുകളും മറ്റൊക്കെ ഉണ്ട്. ഇവിടത്തേക്ക് മാത്രമായിട്ട് ബസ് പോകുന്നത്. ബസ്സിന് തിരിച്ചപ്പുറത്തോട്ട് വേറെ വഴിക്ക് പോകാനുണ്ട് കേട്ടോ. ഇപ്പോൾ ബസ് ഇങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണേ. കുറേ ലൈൻസ് അങ്ങനെയൊക്കെ കാണാം കേട്ടോ. സ്കൂളുണ്ട്, സ്കൂളൊക്കെ കാണാം. ഇത് തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ? തേയിലത്തോട്ടം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടെ ഉള്ളതൊരു ഭംഗി ഇവിടെ കിട്ടുന്നില്ല കേട്ടോ. കണ്ടോ, ഒരു ഭാഗം മുഴുവൻ വനമാണ്. വനത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ തോട്ടങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു വഴിയുടെ വീതി ഉണ്ടോ? വളരെ ചെറിയൊരു വഴിയാണ്. അതിലാണ് ഈ ബസ് പോകുന്നത്. കുറേ ഭാഗം വനമാണ്. ഇനി നമ്മൾ കുറച്ച് വനത്തിനുള്ളിൽ കൂടെ പോകുന്നതോ. അങ്ങനെ വീണ്ടും തേയിലത്തോട്ടത്തിനുള്ളിൽ കയറി. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു പാലം കടന്ന് പോകും കേട്ടോ. ഇത് മണലാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിനുശേഷമാണ് അപ്പർ മണലാറിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ വരെയാണ് ഈ ബസ് പോകുന്നത്. അവിടേക്ക് വേറൊരു സ്ഥലപ്പേരൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അറിയാം. അവിടെ നമ്മൾ നേരത്തെ വന്നത്. ഇതായി പാലം കടന്ന് ഇങ്ങനെ പോവാണ്. ഇതൊക്കെ താഴെ കൈലാസ് ഡാമിൻ്റെ റിസർവയറാണ് ഇതൊക്കെ. ഇത് ഭംഗിയാന്ന് നോക്കി അവിടെ കാണാനായിട്ട്. ആ പാലം കട നമ്മൾ വന്നു കേട്ടോ. ഇപ്പോൾ ഒരു ചുവന്ന ലോറി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിപ്പം അതിൻ്റെ മുകളിൽ കൂടെ പോവുകയാണെങ്കിൽ കാണാൻ കിട്ടുമായിരുന്ന ഭാഗ്യം നല്ലതായിരുന്നു. ആ കയറി വരുന്നുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ആ ഒരു കിടിലം കാഴ്ചയല്ലേ. ഇവിടെയൊക്കെ ഒരു വീഡിയോസ് പകർത്തി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഒരു വളവൊക്കെ വീശി കയറിയാണ് പോകുന്നത് കേട്ടോ. ഇനിയും മുകളിലോട്ട് ചുരവാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മടുപ്പില്ലാത്ത കുറേ കാഴ്ചകൾ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല കിടിലം കാഴ്ചയാണ് കേട്ടോ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ. ഒരു വെയിറ്റിംഗ് ഷെഡ്. എനിക്കിവിടെ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല മനോഹരമായ ഒരു പള്ളിയൊക്കെ ഇവിടെ കാണാം.
ഇതെല്ലാം ഡാമിൻ്റെ റിസർവയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഡീപ് ബംഗ്ലാവ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വൈഡ് ആംഗിളിൽ എടുക്കുന്നത് ദൂരക്കാഴ്ച എഴുത്തൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷേ നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു മരമൊക്കെ പൂത്ത് വയ്ക്കുന്നതാണ്. ആ ഒരു വീട് കാണാൻ പ്രത്യേകം ഭംഗിയുണ്ട്. വീടല്ല, അത് ബംഗ്ലാവാട്ടോ. ഇതൊരു വാച്ചറൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ആ ബംഗ്ലാവ് കണ്ടോ. ടീ ബംഗ്ലാവ് എന്ന് എഴുതി വെച്ചത് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ വേറൊരു വൈബുള്ള കാര്യമില്ല. യൂക്കാലിപ്സ് മരങ്ങൾ ഈ വഴിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ തേക്കാൻ്റെ മുകളിലായിട്ട് റോഡ് നല്ല കിടിലൻ റോഡാണ് ഈ ഭാഗത്തൊക്കെ. ഇപ്പോൾ സമയം 1 മണിയാട്ടോ. എസ്റ്റേറ്റിൽ സയറിനടിക്കുന്നു. അവിടെ ഒരു പള്ളിയൊക്കെ കണ്ടു. ആ ഒരു ജംഗ്ഷനിൽ കുറേ ആളൊക്കെ ഇറങ്ങി വീണ്ടും യാത്ര നമ്മൾ മുന്നോട്ട് തുടരുകയാണ്. ഇപ്പോൾ സമയം 1 മണിയായി. വഴിയിലൊക്കെ ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നല്ല ആളായി വരുന്നു. വീണ്ടും മറ്റൊരു ഭംഗിയുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ബസ് ഓടിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അമ്പലത്തിൻ്റെ ഇതൊക്കെ കേട്ടോ. മരങ്ങൾക്കിടയിൽ കൂടെയുള്ള ദൂരക്കാഴ്ച മനോഹരം. ആ മരങ്ങൾക്കിടയിൽ അവിടെ ഒരു മരങ്ങൾക്കിടയില്ല, ജലതോറിന് കഴിവായിട്ടാണ് കെട്ടിടം കാണുന്നത്. ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കയറി വർക്കൗട്ട് ചെയ്യും. ഇതെല്ലാം കറണ്ടിൻ്റെ സംവിധാനം എല്ലാം നല്ലതായിട്ടുണ്ട് കേട്ടോ. അത് വെയിറ്റിംഗ് ഷെഡ്, അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി കട പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ അങ്ങോട്ട് കുറേ ലൈൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ഒത്തിരി താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെയാണ്. വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇവിടെ ബസ് ഒരു ഓഫ് റോഡിനുള്ളിൽ കൂടെ കയറി പോകാം കേട്ടോ. ഇതിൻ്റെ അങ്ങേയറ്റത്ത് വരെ ഉള്ളൂ ഈ ബസ്സിൻ്റെ യാത്ര എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയൊക്കെ തേയില കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുവാണേ. അക്കരക്കൂടെ റോഡ് കിടക്കുന്നുണ്ടോ. മറ്റുള്ള വാഹനങ്ങൾ അതിലെയാണ് പോകുന്നത്. ഇവിടെയും കുറേ കെട്ടിടങ്ങൾ കാണാം. തേയില പൊന്തെടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കും. ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ഈ ഒരു ജംഗ്ഷനിലെത്തി ബസ് ഇവിടെ തിരിക്കുവാന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് കൈയൊന്ന് സ്വാതന്ത്ര്യമായി കേട്ടോ. ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറിയേ. തോട്ടത്തിൽ കൊളുന്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരുന്ന് വീഡിയോ പിടിക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ അപ്പുറത്തെ സൈഡിലാണ് കാഴ്ചകൾ ഇപ്പോൾ കൂടുതൽ. ഇനി ബസ് റിട്ടേൺ വരുമ്പം ആ ഭാഗത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. സൈഡിൽ ഡാമിൽ വെള്ളം കിടക്കുന്നൊക്കെ ആയിട്ടുള്ള കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും തേയിലക്കാടിൻ്റെ കാഴ്ചകളാണ്.
കുറച്ച് വേലക്കാട്ടിലുള്ള കെട്ടിടങ്ങളൊക്കെ കാണാമേ. ബസ് ഇപ്പം നമ്മൾ അവിടെ എത്തുമെന്ന് വിചാരിച്ച് പോയിട്ട് കുറേ നേരമായി, ഇവരെ എത്തുന്നില്ല കേട്ടോ. മേഘമലയിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. അവിടെ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നവർ, കുറച്ച് ലൈൻസുകളൊക്കെ കാണാം. എല്ലാ ആൾക്കാർ താമസമുള്ള മേഖല അങ്ങ് മുകളിലോട്ടൊക്കെ ഒത്തിരി ലൈൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലാണ്. ഈ കെട്ടിടത്തിലൊക്കെ എത്ര പഴക്കം കാണുന്നു. അപ്പുറത്ത് ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. എന്തേറെ ജനങ്ങളാണ്, ഏതെല്ലാം ഭാഗത്താണ് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നാലും ഒരു ഗുണം കിട്ടി, നമ്മുടെ ഈ സൈഡിലാണ് ആ ഒരു അമ്പലമൊക്കെ, ഉത്സവം നടക്കുന്ന അമ്പലമൊക്കെ. ഇപ്പോൾ അവിടെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നു കേട്ടോ. നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇറങ്ങി അതൊക്കെ ഒന്ന് കാണാം. ബസ് വരുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് പിള്ളേരൊക്കെ മോളിൽ. ഇതാണ് അമ്പലം. எஸ் செல்வேந்திரன் பாப்பா அவர்களுக்கு திரு ராஜேந்திரன் அவர்கள் கொண்டாடி போட்டு கௌரவிப்பார். ഇവിടം വരെ ബസ്സുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഭയങ്കര പരിപാടിയൊക്കെ, മൈക്ക് സെറ്റൊക്കെ കേട്ടോ. ഗാനമേള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ കാണുമായിരിക്കും. നമ്മൾ ഇവിടം വരെ എത്തി കേട്ടോ. അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. മൊത്തം കോപ്പറേറ്റ് കിട്ടുമായിരിക്കും പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും. അതിന് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുത്തിട്ട് പോകാം. ഇവിടെയൊക്കെ നോക്കി ലൈൻസുകളും അക്കരയിലെ നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ. അങ്ങോട്ടൊക്കെ കണ്ടോ, അവിടെയൊക്കെ അവന് ആ മലയ്ക്ക് മുകളിലൊരു കുരിശുപള്ളിയൊക്കെ കാണാവേ. നമ്മൾ വന്ന് ബസ് കിടക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടെ. പേരെന്നെ சொன்னே இங்கே இருக்கா தோட்டத்தில்? எல்லாரும் ஒரு பேர் சொல்லுங்க. அஜித் குமார். ஓகே 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 அஜித் குமார். ஓகே, நான் இந்த ஏரியாவில் சுற்றி பார்க்க வந்திருக்கேன். கேரளாவில் இருந்து கட்டப்பனை. யூடியூப் சேனல் இரவங்களார். தேனி மாவட்டம் சின்னமூர் வழி ஐவிஸ் பேர் வச்சு പോസ്റ്റ് ഇവിടെ കുറച്ച് പൂക്കച്ചവടമൊക്കെ ഉണ്ട് അമ്പലത്തിലെ. നമുക്ക് അങ്ങോട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വന്നു. ആഴിയിറക്കമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു കേട്ടോ. സാർ അമ്പലത്തോടെ കമ്മിറ്റിയാ? അമ്പല കമ്മിറ്റിയാ? കമ്മിറ്റി திருவிழா கமிட்டி. நான் கட்டப்பனையில் வந்திருக்கும் ஒரு யூடியூப் சேனல் தான். இங்கே பார்க்குறதுக்கு பஸ்ஸில் வந்து கட்டப்பனை. பேர் என்ன சார்? எங்கே இருக்கு? இங்கே தான் முத்துமாரியம்மன் திருக்கோவிலுக்கு வந்திருக்கோம். வந்து நீங்க வந்து ஒரு யூடியூப் சேனல்ல இருந்து வருக வருக என வந்து அன்புடன் வரவேற்கிறோம். ஓகே, கொஞ்சம் பார்த்துட்டு எல்லாம் போகலான்னு. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ അമ്പലത്തിനുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് മുടിച്ചാച്ചാ? ഇനി മേൽത്താ എപ്പോ? 3 മണിക്ക്. വിറക് എരിച്ചിട്ട് കനലാട്ടം. അപ്പടി. അപ്പോൾ കനലാട്ടം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പേര് വിനോ ഇടുക്കി. അപ്പടി ഒരു യൂട്യൂബ് ചാനൽ. എനിക്കറിയാവുന്ന തമിഴൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് കേട്ടോ யூடியூப் சேனல். இடுக்கி டிஸ்ட்ரிக்ட்ல வருகை புரிந்து நம்ம ஸ்ரீ முத்துமாரியம்மன் திருக்கோவில் உற்சவ திருவிழாவை யூடியூப் சேனல் மூலமாக காமிக்கிறதுக்கு இடுக்கி மாவட்டம் வரவேற்று
അടിപൊളിയാണെന്നറിയാവോ பாசம் மீது சொற்பொழிவு ஆற்றிக் கொண்டிருக்கின்ற ലൈൻസും അങ്ങനെ திரு ஆர் பகவதிராஜ் அவர்களுக்கு விழா குழுவின் നമ്മുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്ത് വന്നത് പേരെന്നാ? நம்மளோட பேசுகிற பேர் ஆனந்த். ஆனந்த். சேலம் வந்தாலும் சின்னப்பம்பட்டி ஐபிஎல் நடராஜ் இருக்கிற ஊர். உங்களுக்கு തിരുവള്ളയ്ക്ക് വന്നോ? ஆமாம், நிகழ்ச்சிக்கு வந்து നികഴ്ചയ്ക്ക് വന്നിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം നമ്മുടെ കൂടെ വന്നതാണ് കേട്ടോ. ബസ്സിൽ വന്ന ആൾക്കാരാണ്. നമുക്കിവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞേ, അതൊന്ന് കഴിച്ചേക്കാം. ടീ തന്നു. അക്കാ പേരെന്നാ? ശാന്തി. ഓക്കെ. നമ്മുടെ കൂടെ വന്ന പേര് ചൊല്ലു, പേര് ചൊല്ലു. പേരെന്നാ ചൊല്ലു? യൂട്യൂബാ പേര്? സന്താനം. ഏൻ കൂടെ ബസ്സിൽ വന്നല്ലേ? പേര് ചൊല്ലു. കുറച്ച് ആൾക്കാർ പോട്ടെ. പക്ഷേ പാട്ട് വരുന്നതുകൊണ്ട് കോപ്പറേറ്റ് വരുമോന്ന് അറിയില്ല. താഴെ പോയിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം. ഇവിടെ കനലാട്ടോ മറ്റു പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ അത് കാണാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. അങ്ങോട്ടൊന്ന് നോക്കി, ആ ഭാഗത്ത് ഒരു കാഴ്ചകളുണ്ടോ? പൈൻമരങ്ങളും അതിൻ്റെ ഇടയ്ക്കൂടെ തേയിലച്ചെടികളും പിന്നെ ഈ ലൈൻസും ഒക്കെ കൂടെ. ഇവിടുത്തെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. താഴെയാണ് കേട്ടോ മെയിൻ റോഡ്. ഇവിടെ ഒരു ഓഫ് റോഡാണേ. ഇവിടെ നിന്ന് കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട്. ഹായ്, പേര് சொல்லுங்க. പിള്ളേർക്ക് മനസ്സിലായില്ല. നമ്മുടെ തമിഴ് പിള്ളേർക്ക് പിടിക്കാതെ. 2:30 ബസ് പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1:45 ഇനിയും 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്കിവിടെ നടന്ന് കുറച്ച് കാഴ്ചകൾ ഇവിടത്തേക്കൊന്ന് കാണാവേ. ബസ് ഈ വഴിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ കയറുകയും ചെയ്യാം. ഓ, ഇവിടെ തന്നെ പോളി വൈബാന്ന് നോക്കി. ഇതുണ്ടോ? ഇവിടെ ഒരു ഇത് അമ്പലത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പന്തലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതെ കേട്ടോ. പിന്നെ ഇവിടെ ചെക്ക് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ എന്തുവാ, കരട്ടുകളാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? ഓ, ഇവിടെ നടന്നു കാണാനാണ് ഒത്തിരി ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഉത്സവം കൂടാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ താഴോട്ടൊന്ന് നോക്കി, അവിടെ ആ ഡാമിലെ വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്ന കാണാം. അതിൻ്റെ തീരത്തായിട്ടൊരു എസ്റ്റേറ്റിൻ്റെ വക ഒരു ഓഫീസ് കെട്ടിടമൊക്കെ കാണാം. അല്ലേ പേരെന്നാ? പേര് சொல்லுங்க. ഇവർ ഉത്സവത്തിന് പോവാളേ. ശരി, ഇതാ ഇങ്ങനെ നമുക്ക് ഇവിടം വരെയൊക്കെ വരാട്ടോ. അവിടെ ഒരു തപാല ഓഫീസാണോ എന്തോ സംഭവം അവിടെ ഉണ്ട്. അതിനി എസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. കിഡിലും കാഴ്ച കേട്ടോ താഴോട്ട്. പക്ഷേ ഈ എസ്റ്റേറ്റിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് ഈ റോഡേ നടന്നുള്ള കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ. താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും. അതിനവർ സമ്മതിക്കില്ല. ബർണർ സാഹിബോ ബർണറോ അങ്ങനെയാണ്ടൊരു പേരുള്ള ഒരു സാഹിബിൻ്റെ പേരിലൊക്കെ ഉള്ളൊരു തോട്ടമാണ് കേട്ടോ. സാഹിബ് ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ തമിഴിൽ അവരുടെയൊക്കെ തന്നെ കയ്യിലുള്ളതാണ്. ഇത് എന്തോ ഒരു ഓഫീസാണ്. ഇവിടെ ട്രാക്ടറിലൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. പുള്ളിയോട് നമുക്ക് ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞു നോക്കാം. ഇതിലേ ഒരു കൽപ്പടവ് പോലെ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട് താഴോട്ട് കേട്ടോ. അങ്ങോട്ട് നമ്മൾ ഇറങ്ങുന്നില്ല. പണിയില്ലേ? ഇന്ന് ഉത്സവമായതുകൊണ്ട് പണിയില്ല, ചുമ്മാ ഇരിക്കുക. ഇവിടെ പണി. പേരെന്നാ? തമിഴ് ചെലവ്. ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ തോട്ടത്തിലെ ജോലി. ഇതാ തോട്ടത്തിൻ്റെ ആരുടെ തോട്ടം അത്? എங்கே? തമിഴ്നാട്, കോയമ്പത്തൂർ. വാൽപ്പാറ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ എല്ലാം കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ടേ, അങ്ങനെ ഒരു വീഡിയോ ഫോട്ടോ അല്ല. ഓക്കെ. ഇപ്പോൾ എണ്ണം പറഞ്ഞിട്ട് നമുക്ക് ഇതിലേ കൂടെ ഇറങ്ങി ചെന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു കാഴ്ച ഒന്ന് കണ്ടിട്ടാണ് ഇവിടെ നിന്നിട്ട്. ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടൊക്കെ ഉള്ളൊരു വൈബ് ഉണ്ടോ? സൂപ്പർ. നമുക്കിവിടെ വന്നിട്ട് ആ താഴെ ഡാമിലെ വെള്ളം കിടക്കുന്ന കാണാവേ. എന്നാ ഒരു പൊളി കാഴ്ച നോക്കി, അടിപൊളി. മേലെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതെടുക്കുന്ന കണ്ടോണ്ടേ തമിഴ് സെൽവം എന്ന് പറഞ്ഞാൽ അണ്ണൻ എന്നോട് പറയാം, മുകളിലെടുക്ക് എൻ്റെ ഫോട്ടോഗ്രാഫി കണ്ടിട്ട്. അത് കൊള്ളാം, ഇത് കൊള്ളാം അതൊക്കെ പറയാം പുള്ളി. പൈൻമരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ അവിടെ കണ്ടോ ഒരു പച്ച പെയിൻ്റൊക്കെ അടിച്ച് ഞാനല്ല വെള്ളയും പച്ചയും പിന്നെ ആ ഓടിൻ്റെ ചുവപ്പും എല്ലാം കൂടെ എങ്ങനെയുണ്ട്. അതിനിടയ്ക്ക് കൂടെ ഈ തേയിലയുടെ ആ ഒരു ഡിസൈനിങ് ഉണ്ടോ. ഇതൊക്കെയാണ് ഈ മേഘമലയുടെ കാഴ്ചകൾ. കുരിശുപള്ളിയൊക്കെ കാണാവേ, ഒരു പ്രത്യേക മോഡൽ. നമ്മളവിടെ ഒന്നുമില്ലേ, ഇവിടെയുള്ള ഈ ഒരു മോഡലൊക്കെ. ഇവിടെ നിന്ന് നമുക്ക് ആ താഴോട്ടുള്ള ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ടോ. ഈ തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിൽ കൂടെ അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നതേ. നമ്മൾ അനേക സ്ഥലത്തും തേയിലത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും മനോഹരമായ ഈ കാഴ്ചയൊന്നും നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ മേളിലായി ഈ കാഴ്ചകളെല്ലാം. അവിടെ തേയില എടുത്തുകൊണ്ടിരിക്കുവാണേ. കുളന്തെടുക്കുന്ന ഇപ്പോൾ മെഷീൻ
കട്ടിംഗ് ആണ്, ഒരു ചാക്കിനകത്തോട്ട് നിറച്ച് കയറ്റുന്ന പരിപാടി. അത് സൂമാക്കണോ? സൂമാക്കിയാൽ ബോറാവോ? കണ്ടോ, നമ്മൾ പോയത് ഇതോണ്ട് ആ മുകളിലാണ്, ആ ലൈൻസിലേക്ക് മുകളിൽ അമ്പലമുള്ളത്. അവിടെയാണ് ബസ് കിടക്കുന്നത്. ബസ്സിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം. ഞാൻ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക, കിട്ടുമല്ലോ എന്നറിയില്ല. കുറച്ച് ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടെ. പേരെന്നാണ്? ജയകുമാർ. എവിടെ? ഇവിടെ ആണോ? ഇവിടെ തന്നെയാണോ ജോലി? ആ ഹാ ഹാ. അപ്പോൾ അക്ക എന്നോട് മലയാളത്തിൽ പറഞ്ഞോട്ടാണ് ഞാൻ ചോദിച്ചത്. അക്ക പറയൂ. അക്ക പറയുന്നില്ല അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി എന്നാൽ സന്തോഷം. അപ്പോൾ നമുക്ക് തിരിച്ച് മുകളിലേക്ക് ആ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാവേ. ബസ്സിൽ സീറ്റ് പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു കുടയാണ് വെച്ചിരിക്കുന്നത്. അത് കിട്ടുമോ ആരോ? വീട്ടിൽ നിന്ന് വീട്ടുകാർ വന്ന് വിട്ടതാണ്. അതുമില്ലാതെ വീട്ടിൽ ചെന്നാൽ സമ്മതിക്കില്ല. പൊളിയല്ലേ ഇവിടുത്തെ കാഴ്ചകൾ, കണ്ടാലും ഒരു മടുപ്പില്ലല്ലേ. ആ ഒരു അമ്പലമാണ് എന്തായാലും ശരി. ആ ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ച കെട്ടിടം, ചുവന്ന ഓടും, അതിൻ്റെ ഒരു കാഴ്ച വേറെ തന്നെ കേട്ടോ. തിരിച്ചു പോകുമ്പോഴും അങ്ങോട്ടൊന്ന് നോക്കിയേ, ഈ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആ ഒരു കാഴ്ച കണ്ടോ. അത് നമ്മൾ ഒറ്റ പ്രാവശ്യം കണ്ടു, പക്ഷേ അതിനെ ഓരോരോ വൈബിൽ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ബസ് കിടക്കുന്ന അവിടാണേ, മുകളിൽ അമ്പലം. ഞാൻ താഴെ പോയിച്ച് തിരിച്ച് മുകളിലോട്ട് നടക്കുവാണേ. നമ്മൾ തിരിക്കുവാണേ. തിരിച്ചു പോകുന്നുള്ള വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാതെ നമ്മളാ പോയ സ്ഥലത്തേക്ക് ഒരു ഭംഗിയുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ കാണാം. ആ ഡാമിലെ വെള്ളം വന്ന് കയറി കിടക്കുന്ന ഈ ഭാഗത്ത് ഇതൊന്നും നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. ഒരു തുരുത്ത് പോലെ കാണാം. നമ്മൾ മൂന്നാറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദേവികുളം കൂട്ടി പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയില്ല. ആ ഒരു കൂട്ടമായിട്ട് മരവും തേയിലത്തോട്ടമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. മണലാർ ഡാം, ഹൈവേസ് ഡാം ഇതിൻ്റെ താഴെയാണ്. ഇത് നമ്മൾ പോകുമ്പോഴേ കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. മഹാരാജ മേഡ് അവിടെ നിന്ന് അങ്ങോട്ട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ടുള്ള വഴിയൊക്കെ ഉണ്ടോ. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. എന്തുമാത്രം ലൈൻസുകളായിരിക്കും നോക്കി. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അത് തമിഴ് വായിക്കാൻ എനിക്കറിയില്ല. കുറച്ച് തേനി, കുമളി, മധുര എന്നൊക്കെ അറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊരു ബംഗ്ലാവൊക്കെ ഉണ്ട്. മരത്തിൻ്റെ ചോട്ടിലൊരു അമ്പലം. വലിയൊരു മരമാണ്, നോക്കിയിട്ട് എത്തുന്നില്ല. അവിടെ ഒരു പള്ളിയുണ്ട്. അങ്ങനത്തെ വ്യൂ ആണ് നമുക്ക് കിട്ടട്ടെ. തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ കുറേ ലൈൻസുകളൊക്കെ കാണാതെ. അവിടെ ഒരു അമ്പലം, അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ട പള്ളി. നല്ല മഴയുള്ളപ്പോഴാണ് നമ്മളിതിൽ വരുന്നത് കൊണ്ടല്ലോ. ഇവിടെ എല്ലാം നിറച്ച് വെള്ളമായിരിക്കുമേ. ഇത് ഹൈവേസ് ഡാമിൻ്റെ റിസർവറാണിത്. ഇപ്പോൾ ഇവിടെ എല്ലാം ഉണങ്ങിക്കിടക്കാം വെള്ളമില്ലാതെ. മണലാർ പാലം.
ഇറങ്ങുമല്ലോ. എന്തെല്ലാം കാഴ്ചകളാണ് നോക്കി. ഈ ഡാമിൻ്റെ റിസർവർ നോക്കി. കൽക്കട്ടല്ല, അല്ല തേയില കവാത്ത് ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ പൈൻമരമുണ്ട്. അവിടെ ഡാമിൽ കുറച്ച് ഭാഗത്ത് വെള്ളം കിടക്കുന്നതാണ്. കാഴ്ചകളാണ്. ഓ, ഇവിടെ ഇപ്പൊ തിരക്ക് കൂടിയുണ്ടോ? നമ്മൾ ഇവിടെ ഇത്ര വണ്ടി ഇല്ലായിരുന്നേ. ഇവിടുത്തെ താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ആൾക്കാർ ഇവിടെ നോക്കിയിരിക്കുന്നതാണ്. താഴെ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഇവിടെ ഇറങ്ങി കുറച്ച് കണ്ടിട്ട് പോയതാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നമ്മളിനി കാണാനുള്ളത്. ഈ ഭാഗം നമുക്ക് നേരത്തെ കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ നടുത്ത സീറ്റിന് അത് കുരുങ്ങി പറ്റും. സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട്. ഓ, ആ ഡാമിൻ്റെ തീരത്ത് നോക്കി. ആ വെള്ളത്തിൻ്റെ തീരത്തായിട്ട് കുറേ ലൈൻസുകളും വീടുകളും കെട്ടിടങ്ങളും ചുറ്റും നല്ല പച്ചപ്പുള്ള തേയിലത്തോട്ടവും. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഗംഭീരം. അവിടെ നോക്ക് എങ്ങനെയുണ്ടെന്ന്. വീണ്ടും വളരെ മനോഹരമായ കാഴ്ചകൾ. ഹൈവേസിന് തീരത്തുള്ള ആ ലൈൻസുകളുണ്ട്. ദൂരെ ഹൈവേസ് ഡാമിൻ്റെ ആ ഒരു കെട്ടൊക്കെ നമുക്ക് കാണാതെ. അവിടെയും കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാം. ഡാമിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. ഡാം അപ്പുറത്തെ സൈഡിലായി പോയി. വനമാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള കുറേ യാത്രകളാണ്. ആനയും പുലിയും കടുവായും കാട്ടുപോത്തല്ല, ബൈസൺ എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടോ. രാവിലെയൊക്കെ നമ്മൾ വരുവാണെങ്കിൽ കാണാതെ. തേലക്കാടൊക്കെ ഏകദേശം തീർന്നുണ്ടാവും. കേട്ടോ വേഗമല്ല സ്റ്റാർട്ടിങ്. ഇത്ര നമുക്ക് തേലക്കാട് കിട്ടും. പക്ഷെ ഇവിടെ എന്നാലും ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ പഴശ്ശിലൊക്കെ ബോർഡ് കാണാമേ. ഇടയ്ക്കിടയ്ക്ക് കാട് ഇടയ്ക്കിടയ്ക്ക്
എല്ലാവരും കയറി വരുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്നത് എടുക്കുന്നുണ്ടോ. ഇവിടെ നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. മേഘമല. ഇതാണ് ശരിക്കും മേഘമല എന്ന് പറയുന്നത്. ബസ്സിൽ നല്ല തിരക്കായി കേട്ടോ. മേഘമലയുടെ കാഴ്ച ഒരു പള്ളിയാണ്. ഇവിടെ കൊണ്ട് മേഘമല കഴിഞ്ഞു. കടനാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. പാറ പറ്റിയ വളവ് ഇവിടെ 18 വളവുണ്ടോ, 18 ബെൻഡുണ്ടേ. മേഘമലയ്ക്ക് നമ്മൾ പോകുന്നുണ്ട്. വളവെടുക്കുന്നത് വളവിൽ നമുക്ക് അപ്പുറത്തോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് ചോദിക്കുന്നു കേട്ടോ. വളവ് ഇങ്ങനെ വണ്ടി വീശി വരുമ്പോൾ ഇതൊന്നും കാണാൻ കിട്ടിയില്ല. പാടൊക്കെ എങ്ങനെ നിൽക്കുന്നതാണ്. നമ്മളെ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ഇവിടെ ഒരു കട കണ്ടേ, ചെറിയ കട. ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തി കേട്ടോ. 10 അല്ല 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം ഇവിടെ. അതുപോലെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പം താഴെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം. ചിന്നമണ്ണൂർ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെ കാറ്റാടിയൊക്കെ നിൽപ്പുണ്ട്. ഒന്നും ഇപ്പോൾ കറങ്ങുന്നില്ലേ. അവിടെ ഒരു പാറക്കെട്ട് കണ്ടു. എത്ര പൊക്കത്തിൽ പൊങ്ങിയാവും നിൽക്കുന്നത് നോക്കി. ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട്. ഇവിടെ ഒരു കോവിലൊക്കെ ഉണ്ട്. ഇത് ചിന്നമണ്ണൂരിനടുത്ത് തെൻപളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല മുന്തിരിപ്പാടങ്ങളൊക്കെ ഉണ്ട് ഈ വഴിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. നമുക്ക് കാറ്റാടിയൊക്കെ കാണാം. കാറ്റാടികളൊക്കെ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. വെയിലടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാണാമെന്നറിയില്ല. എങ്ങനെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ കാറ്റാടിയുണ്ട്.
നമ്മളങ്ങനെ തിരിച്ച് മേഘമലയെല്ലാം പോയിട്ട് ചിന്നമണ്ണൂർ വന്നിറങ്ങി കേട്ടോ. കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ അടുത്ത വണ്ടിക്ക് കയറി കമ്പം ചെന്നിട്ട് കമ്പത്തുനിന്ന് കമ്പംമെട്ടോ അല്ല കുമിളിയായിട്ടുള്ള ഏതൊരു വണ്ടിക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ ഒരു പ്രത്യേക കാര്യം ഒരു പറയാം, ഈ മേഘമലയ്ക്ക് പോകുന്നവർ ഒരു 10-10:30 ഒരു വണ്ടിയുണ്ട്, അതിനെങ്കിലും പോയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പോയി തിരിച്ചു വരാൻ പറ്റുള്ളൂ. ബസ്സിന് പോയി കണ്ടിട്ടൊക്കെ ബസ് അവിടെ അങ്ങ് ലാസ്റ്റ് പോയിട്ട് 1 മണിക്കൂർ ഹാൾട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇറങ്ങുമോ നല്ല കൂടുതൽ കാഴ്ചയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ.